പിന്നെ വിജയെ പലരും ശ്രദ്ധിച്ചു തുടങ്ങി, അല്ലെങ്കിൽ വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു അറ്റൻഷൻ കിട്ടിയത് ഇലക്ഷന് ശേഷം മാത്രമാണ്. കാരണം പല ഈ പറയുന്ന പ്രീ പോൾ എക്സിറ്റ് പോളുകളിലൊക്കെ വിജയുടെ പാർട്ടി എനിക്ക് തോന്നുന്നു ഒരു സർവേ മാത്രമാണ് ഒരു 100 സീറ്റെങ്കിലും ഒരു പ്രിഡിക്റ്റ് ചെയ്തത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ 1 മുതൽ 2 സീറ്റ് വരെ എന്നൊക്കെയുള്ള രീതിയിൽ തികച്ചും അതിനൊരു മൈൻഡ് ചെയ്യാത്ത രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് അതിന്റെ റിപ്പോർട്ടിംഗ് നോക്കുകയാണെങ്കിലും അവിടെ ഇങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്തു വരുന്നു. ശരിക്കും പറഞ്ഞാല് നമുക്കൊരു ഒരു ഇന്റർനാഷണൽ വാർത്തയാണ്. കാരണം ഒരു നേതാവിനെ കേൾക്കാൻ വേണ്ടിയിട്ട് മില്യൺ കണക്കിന് ആളുകൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാട് ഒരു ഗ്ലോബൽ ന്യൂസ് ആണ്. കാരണം ഒരിക്കലും അമേരിക്കയിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്രയും ജനസംഖ്യ പോലും ഇല്ല. പക്ഷെ അതിന് നമ്മൾ ശരിക്കും ഈ പറയുന്ന മോദിയുടെ റാലിയോ അല്ലെങ്കിൽ രാഹുൽ പങ്കെടുത്ത പരിപാടികളോ അങ്ങനെ ഉള്ളതിനെ ഒക്കെ 10 മടങ്ങ് ജനക്കൂട്ടമാണ് വന്നത്. പക്ഷെ അതിനെ പോലും ശരിക്കും ഇഗ്നോർ ചെയ്യായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു വിക്ടറി എന്ന് പറയുന്നത് ഒരു ദീർഘകാല പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്, അല്ലാതെ ഒരു പെട്ടെന്നുള്ള ഒരു ദിവസം കൊണ്ട് ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിജയുടെ തുടക്കകാലത്ത് പുള്ളി ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. ഈ നായികയുടെ പിറകെ നടന്ന് പ്രേമിക്കുക, പാട്ട് പാടുക എന്നൊക്കെ പറയുന്ന ടിപ്പിക്കൽ 90s ഹീറോയുടെ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു 2000-നൊക്കെ ശേഷം ഒരു സോഷ്യൽ കോഴ്സിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു നായകൻ. അത് ആ നായകന്റെ പ്രത്യേകതയും കൂടെ ഉണ്ട്. അയാളുടെ സത്വം വളരെ പ്രധാനമാണ്. കാരണം ഒരു ദളിത് ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധാരണക്കാരനായ ഒരു കൊല്ലപ്പണിക്കാരൻ അല്ലെങ്കിൽ ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള ആള് എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് പുള്ളിയുടെ ഈ പറയുന്ന ഹീറോ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ വന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ടുണ്ടായ ഫാൻ ബേസ് എന്ന് പറയുന്നതും ഈ പറയുന്ന ദളിത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പോലും ഈ പറയുന്ന തിരുവനന്തപുരം, പാലക്കാട് മേഖലയിലൊക്കെയുള്ള ദളിത് ഭാഗത്തപ്പെട്ട ആളുകളൊക്കെയാണ് കൂടുതൽ ഇദ്ദേഹത്തിന്റെ ഫാൻസ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഫാൻസിനെ കളിയാക്കാൻ വേണ്ടി കേരളത്തിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയ ടേമാണ് കോളനി വാണങ്ങൾ എന്നൊക്കെയായിരുന്നു അവഹേളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ ഇവരെ പുള്ളെങ്കോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഒരു നിലവാരമില്ലാത്ത ജാതിയിൽ താഴ്ന്ന ആളുകൾ എന്നുള്ള നിലയിലൊക്കെയായിരുന്നു അവഹേളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെ ആ ഒരു ഫാൻ ബേസിനെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആക്കി മാറ്റുമ്പോൾ എത്രത്തോളം അപകടകരമാണെന്നത് ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ മനസ്സിലാക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പറയുന്ന ദളിത് പിന്നോക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് മുന്നിൽ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ള ഒരാൾ എന്നുള്ള പരിവേഷത്തിലുള്ള ഒരാൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള റിസൾട്ടാണിത്. ഇത് നമുക്ക് ഒരിക്കലും NGR-ആയിട്ടോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലും ഉള്ള NTR അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് പവൻ കല്യാൺ അങ്ങനെയുള്ള ആളുകളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാൻ ബേസിന്റെ കൂടെ തന്നെ കൃത്യമായ ഒരു ജാതി പൊളിറ്റിക്സ് അതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടെ റിസൾട്ടാണ് ഈ കണ്ടത്.